ഹായ് ഗൈസ്, അങ്ങനെ ഒടുവിൽ സിറിയ യുദ്ധം അവസാനിച്ചു എന്ന് പറഞ്ഞ് പല ന്യൂസുകളും നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ഞാൻ പറയുന്നു, സിറിയ യുദ്ധം അവസാനിച്ചിട്ടില്ല. ഇനിയാണ് യഥാർത്ഥ യുദ്ധം നടക്കാൻ പോകുന്നത്. അതായത് ഇനിയാണ് പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് എല്ലാം മുന്നിലോട്ട് വരാൻ പോകുന്നത്. അതായത് ഇസ്രായേൽ, തുർക്കി, HTS, കുർഡിഷ് എന്ന് പറയുന്ന ഈ 4 തരം വിഭാഗം തന്നെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാം കൊണ്ടും ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടിയത് ആർക്കാന്ന് ചോദിച്ചാൽ ഇതേ ഇസ്രായേലിന് തന്നെയാണ്. കാരണം അതിന്റെ പിന്നിൽ കുറേയധികം നേട്ടങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ 2 ദിവസമായി തന്നെ നേടിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കറിയാം, സിറിയ എന്ന് പറയുന്ന രാജ്യം ഇന്നും ഇന്നലെയൊന്നുമല്ല, അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതായത് ഡിക്കേറ്റുകളായിട്ട് തന്നെ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ പോയി അവിടെ ആടിനെ മേച്ചാൽ തന്നെ സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞ് വിശ്വസിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രമാത്രം ഭ്രാന്താന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതെ, ഈ ISISലോട്ടെല്ലാം ജോയിൻ ചെയ്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിലുള്ളത് ഇതേ കേരളത്തിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം ആൾക്കാരുടെ മനസ്സിലോട്ട് ഈ റേഡിക്കൽ ഐഡിയോളജി ഉള്ളിലോട്ട് വന്നിട്ടുണ്ട്. അതായത് സിറിയ എന്ന് പറയുന്ന രാജ്യം ഇത്രയും നാളും പിടിച്ചു നിർത്തിയത് ആരൊക്കെയാന്ന് വെച്ചാൽ അതായത് 3 ആൾക്കാരായിരുന്നു. ഒന്ന് വന്നിട്ട് ഇറാൻ, രണ്ടാമത്തത് റഷ്യ, മൂന്നാമത്തത് ആസാദും ഫാമിലിയും. അപ്പോൾ ആസാദിന് അവിടെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ട്. അവിടുത്തെ ആർമി ആസാദിന്റെ കൂടെയായിരുന്നു. പക്ഷേ ഈ വട്ടത്തെ യുദ്ധം എടുത്തു നോക്കുകയാണെങ്കിൽ എപ്പോഴും അവർക്ക് സഹായിച്ചുകൊണ്ടിരുന്ന റഷ്യ ആയിരുന്നു. പക്ഷെ റഷ്യ ഉക്രൈൻ വാർ കാരണം റഷ്യക്ക് അവിടുന്ന് ഒരു തരത്തിലും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ആസാദ് അവിടെ തകരുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാനെ കുറിച്ച് നോക്കുമ്പോൾ, അതായത് ഇറാൻ അത്രമാത്രം വലിയ കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇറാനെ കുറിച്ച് പറയാത്തവരും ചർച്ച ചെയ്യാത്തവരുമില്ല. പണ്ട് നമ്മൾ ഇറാനെ കുറിച്ച് എതിരായിട്ട് ഒരു 2 വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എതിരല്ല, സത്യം മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇറാനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാതെ അതിന് താഴെ എത്ര പേര് കമന്റ് ചെയ്തു. അപ്പോൾ അവരൊക്കെ ആലോചിക്കണം, സിറിയയിൽ സ്വന്തം ഭരണം നിലനിർത്താൻ പറ്റാത്ത ഇറാൻ പിന്നെ എങ്ങനെയാണ് ഇസ്രായേലിനെ തകർക്കുക? അതുപോലുമുള്ള ചിന്തിക്കാനുള്ള ഒരു വിവരം പോലും ഇവിടെയുള്ള ആൾക്കാർക്കില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒഫീഷ്യലി HTS എന്ന് പറയുന്ന തീവ്രവാദി സംഘടനയുടെ അടുത്ത് പോയിരിക്കുന്നു. ഇപ്പോൾ സിറിയ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു സൈഡ് ഗോളൻ ഹൈറ്റ്സ് തൊട്ട് കംപ്ലീറ്റ് ആയിട്ടും ഡമാസ്കസിന് ഏകദേശം 19 കിലോമീറ്റർ ദൂരം വരെ ഇപ്പോൾ ഇസ്രായേൽ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു, അതായത് ഇസ്രായേലിന്റെ കൺട്രോളിലോട്ട് എടുത്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടാണ് വരുന്നത്. ഇനി ആ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ HTS എന്ന് പറയുന്നത്, അതായത് ഈ ആസാദിന്റെ കയ്യിലുണ്ടായിരുന്ന സ്ഥലത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഈ HTSന്റെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ആസാദിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് തീവ്രവാദി സംഘടനകളുണ്ട്, അവരുടെ കയ്യിലും കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇത് കൂടാതെ കുർഡിഷ് എന്ന് പറയുന്ന വിഭാഗം ആൾക്കാരുടെ കയ്യിൽ നല്ലൊരു പോർഷൻ, ഒരു വലിയൊരു പോർഷൻ അവരുടെ കയ്യിലുമുണ്ട്. ഇപ്പോൾ തന്നെ സിറിയയിൽ ഒരു 5-6 ഗ്രൂപ്പിന്റെ കയ്യിലാണ് ഈ സിറിയ എന്ന് പറയുന്ന രാജ്യം ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഇതിനു പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ HTS, അതായത് ഇപ്പോൾ ഭരണം പിടിച്ചിരിക്കുന്ന അവരുടെ കയ്യിൽ തന്നെ 3-4 സംഘടനയുണ്ട്. അവര് തന്നെ പറയുന്നത് ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം, ഈ സ്ഥലം ഞങ്ങൾക്ക് വേണം എന്ന്. ചുരുക്കം പറയുകയാണെങ്കിൽ അതായത് സിറിയനെ മൊത്തം വീതിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്കൂടെ ആരും അറിയാത്ത രീതിയിൽ മെല്ലെ 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 ഇസ്രായേൽ ആ സിറിയന്റെ ഓരോ കഷ്ണമായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പണ്ട് തൊട്ടേ ഇസ്രായേലിന്റെ ആഗ്രഹമാണ്, അതായത് അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ പ്ലാനില്. അപ്പോൾ ആ പ്ലാനിനെ കുറിച്ച് നമ്മൾ 2 വീഡിയോകൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് താഴെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം മാത്രം, അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 250 എയർ സ്ട്രൈക്ക് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് അവർ ലെബനൻ ഹിസ്ബുള്ളയുമായിട്ട് യുദ്ധം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പാലസ്തീനി യുദ്ധം ചെയ്യുമ്പോഴോ ഇത്രോ ചെയ്തോന്ന് ഒരു ഡൗട്ടാണ്. അത്രമാത്രം എയർ സ്ട്രൈക്ക് ആണ് സിറിയയിൽ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താണ്? അതായത് ഇസ്രായേലിനറിയാം എന്തുകൊണ്ടാണേലും എന്ത് സംഭവിച്ചാലും ഇസ്രായേലിന് അനുകൂലമായി ഇപ്പോൾ HTS എന്ന് പറയുന്ന തീവ്രവാദി സംഘടന ഉണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അതെന്തായാലും ഇസ്രായേലിന് എതിരെ തന്നെ തിരിയും. കാരണം ഇസ്ലാമിസ്റ്റ് ആണ്, അവരുടെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നതാണ് ജൂതന്മാരെ. അങ്ങനെ വരികയാണെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു തരത്തിലും അറ്റാക്കുകൾ നടത്തരുത്. അതായത് അവരെങ്ങനെ ഹമാസിനെ പറഞ്ഞു, 20 വർഷം ഞങ്ങൾ പിന്നോട്ട് തള്ളുന്നു. അതേ രീതി തന്നെയാണ് അവരിവിടെയും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നോക്ക്, പാലസ്തീനിലെ ഏകദേശം ബിൽഡിങ്ങുകളും അവർ തകർത്തു. 80 to 90% ബിൽഡിങ് ഡാമേജ് ചെയ്ത് കളഞ്ഞു. ഇതുകൊണ്ട് എന്തായി? അതായത് ഇനി അവിടെ ആ ബിൽഡിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി നശിപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് പുതിയതായി ബിൽഡിംഗ് കെട്ടാൻ. പക്ഷെ പുതിയതായി ബിൽഡിംഗ് കെട്ടണമെങ്കിൽ സിമെന്റ് വേണം, കമ്പി വേണം, ആൾക്കാർ വേണം, അതുപോലെ തന്നെ ടെക്നോളജി വേണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വേണം. പക്ഷെ അവർക്ക് അവിടെ എത്താൻ സാധ്യതയുണ്ടോ? ഒന്ന്, ജോർദൻ വഴി വരണം. ജോർദൻ അത് ഒരിക്കലും സമ്മതിക്കില്ല, കാരണം ഇസ്രായേൽ അവിടെ എയർ സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ട് ജോർദൻ ഈ പരിപാടിക്ക് നിൽക്കില്ല. ഇനി ലെബനൻ വഴി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെബന്റെ നോർത്തേൺ സൈഡ് മൊത്തം UN കൺട്രോളിലാണ് ഉള്ളത്. അതായത് ഈ ഒരു എഗ്രിമെന്റ് പ്രകാരം അതും ഇസ്രായേലാണ് ഏകദേശം കൂടുതൽ ഭാഗം കൺട്രോൾ ചെയ്യുന്നത്. അവിടെ ഹിസ്ബുള്ള തോറ്റ് പിന്മാറുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആ സൈഡിലൂടെയും വരാൻ വഴിയില്ല. പിന്നെ ഒരു സൈഡ് എന്ന് പറയുന്നത് കടൽ മാർഗമാണ്. കടൽ മാർഗത്തിലും വരാൻ സാധ്യതകളില്ല. ആകെ വഴി ഇനി ഇസ്രായേൽ സമ്മതിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇസ്രായേൽ അങ്ങനെ സമ്മതിക്കും തോന്നുന്നുണ്ടോ?
അതുമില്ല. അതുകൊണ്ട് അതൊരു യുദ്ധഭൂമി അല്ലെങ്കിൽ ഒരു നരകഭൂമിയായി തന്നെയോ ഇനി പാലസ്തീൻ അവശേഷിക്കുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. അതേ രീതിയിൽ തന്നെയാണ് സിറിയയിലും അവർ നോക്കുന്നത്. അതായത് ഇതേപോലെ ഹമാസ് ഉയർന്നു വന്ന പോലെ തന്നെ HTS തുടങ്ങിയ തീവ്രവാദി സംഘടനകളെല്ലാം തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രശ്നമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവിടെയുള്ള എയർ ബേസുകൾ, മിലിറ്ററി ബേസുകൾ, എയർ ക്യാമ്പുകൾ, അതുപോലെ തന്നെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ, റാഡറുകൾ, അതുപോലെ തന്നെ ഈവൻ അവരുടെ എയർക്രാഫ്റ്റുകൾ, അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങളും അവർ ഇല്ലാണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ചുരുങ്ങിയത് ഒരു 10 വർഷത്തിനെങ്ങാനും സിറിയ എന്നൊരു അറ്റാക്കോ, ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്കോ, ഹിസ്ബുള്ളന്റെ ഭാഗത്തു നിന്ന് ഒരു അറ്റാക്കോ വരരുത് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ അവർക്ക് ബോണസ് ആയിട്ടുള്ളതാണ് ഈ ഗോളൻ ഹൈറ്റ്സ് എല്ലാം തന്നെ അവർ പിടിച്ചെടുത്ത് ഇസ്രായേലിന്റെ കൂടെ ചേർത്തിരിക്കുന്നത്. ഇനി അവർ മെല്ലെ 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 പിടിച്ചെടുത്ത് ഗ്രേറ്റർ ഇസ്രായേലിലോട്ട് തന്നെയായിരിക്കും അവർ നീങ്ങാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുക? കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. See you next video.